ഹലോ ഗൈസ്, എസ് എൻ പെർഫ്യൂംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനോട് സ്ഥലമൊക്കെ അന്വേഷിച്ചാണ് ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നത്. പനത്തുറ ജുമാ മസ്ജിദ് അഥവാ അവിടെയുള്ള മക്ബറയിലേക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ. അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോയിട്ടൊന്ന് കാണാം. അപ്പോൾ ഞാൻ നേരെ പോയിക്കൊണ്ടേയിരിക്കുന്നത് പനത്തുറ ആ ഭാഗത്തോട്ടേക്കാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു നല്ലൊരു കാഴ്ച കണ്ടു. SN ടയർ വർക്ക്സ്, നമ്മുടെ ചാനലിൻ്റെ പേരും എൻ്റെ പെർഫ്യൂമിൻ്റെ പേരും ഇവിടെ കണ്ടത് വളരെ സന്തോഷം. അങ്ങനെ ഇതാ മുസ്ലിം ജമാഅത്ത് ഈ ഒരു പനത്തുറ ജുമാ മസ്ജിദ് ഇവിടെയാണെന്ന് കരുതിയാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേങ്കിൽ ഈ കായലിനപ്പുറത്താണ് കേട്ടോ വാരപ്പള്ളി വരുന്നത്. ഇതുവഴി നമുക്ക് പോകാൻ പറ്റിയില്ല. ഇവിടെയുള്ള മനോഹര ദൃശ്യങ്ങളൊക്കെ ഞാൻ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇവിടം വരെ ബൈക്ക് വരുള്ളൂ. ഇതിൻ്റെ അപ്പുറം ഈ തോണി തുഴഞ്ഞ് വേണം ആ പള്ളിയുടെ ഭാഗത്തോട്ടേക്ക് പോകാൻ. പിന്നെ അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ച സമയത്ത് വേറൊരു വഴി പറഞ്ഞു തന്നു. അത് വഴിയാണ് പിന്നീട് ഞാൻ യാത്ര ചെയ്തത് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ ഇവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം പോവില്ല. നേരെ പിന്നെ ഇവിടെ വന്നു പനത്തുറ മുഹീദ്ദീൻ പള്ളി മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ ഇവിടെ ഒരു ടെമ്പിളും കൂടിയുണ്ട് കേട്ടോ, മുരുകൻ ടെമ്പിളും കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ആ സ്ഥലത്ത്, ഇതാണ് ആ ടെമ്പിൾ, മുരുകൻ ടെമ്പിൾ. ഇവിടെ നല്ലൊരു ആമ്പൽക്കുളമൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ് കേസ്. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരം. ഒരു 5 മിനിറ്റ് ഇരിക്കാനൊക്കെ നമുക്ക് തോന്നും. ഇതാണ് ഈ പറഞ്ഞ ഈ മുരുകൻ ടെമ്പിൾ കേട്ടോ. ഇത് ഈ ആമ്പൽക്കുളത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ പനത്തുറ ജുമാ മസ്ജിദ്, അതുപോലെ നമുക്ക് അവിടെയുള്ളൊരു മക്കാമിലോട്ട് നമുക്ക് പോകാനുണ്ട്. ആ ഒരു പോകുന്ന യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഞാൻ വണ്ടി നല്ല നിർത്തി പള്ളിയുടെ ഷൂട്ടിംഗ് ചെയ്യുകയാണ് കേട്ടോ. പള്ളി ഇവിടുന്ന് കാണാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കുകയാണ്. വണ്ടി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഞാൻ നല്ല സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ദൂരെ കാണുന്നതാണ് കേട്ടോ ആ ഒരു പള്ളി. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ കാണുന്നതാണ് ആ ഒരു പള്ളി. കടലിനോട് അടുത്ത് ചേർന്നൊരു പള്ളിയാണ് കേട്ടോ. അങ്ങനെ പള്ളിയുടെ പിറകുവശത്താണ് ഞാൻ കയറിയത്. എനിക്കറിയില്ലായിരുന്നു മുൻവശം ഏതാണ് പിറകുവശം ഏതാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വഴി കണ്ടതുകൊണ്ട് ഇതുവഴി കയറി. കടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പിന്നെ അങ്ങനെയുള്ളൊരു നല്ല കാറ്റും നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗമാണെന്ന് ഞാൻ കരുതി. പക്ഷെങ്കിൽ ഈ ഒരു ഭാഗം ഇത് പിറകു വശമാണ് കേട്ടോ, ബാക്ക് ഭാഗമാണ്. അങ്ങനെ നേരെ ഞാൻ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്ത് പിറകു വശത്തോട്ടേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. നേരെ അങ്ങനെ പള്ളിയുടെ മുൻവശത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ഗേറ്റാണ് മുൻവശത്തേക്ക്. അവിടെ എത്തിയിട്ടുണ്ട്. പനത്തുറ ജമാഅത്ത് കമ്മിറ്റി, അതിൻ്റെ ഒരു ആംബുലൻസൊക്കെ ഇവിടെ കാണുന്നത്. ആംബുലൻസ് വഖഫ് ചെയ്യുന്നു എന്നൊക്കെ ഒരു ബോർഡൊക്കെ ഉണ്ട്. നല്ല ആൾക്കാരൊന്നും തിരക്കൊന്നുമില്ല, ആരും ഇല്ല, ആളൊന്നുമില്ല. ചിലപ്പം ഒരു മഗ്‌രിബ് ടൈമൊക്കെ ആകുമ്പോൾ ആളുകൾ വരിക. പിന്നെ പനത്തുറ അഷൈഖ് അഹമ്മദ് വലിയുള്ളാഹിയുടെ മക്ബറയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പൈസയൊക്കെ നമുക്ക് അവിടെ വഞ്ചിയിലിടാൻ വേണ്ടി പറ്റും. ഇതാണ് കടലിനോട് ചേർന്നുള്ള ആ വലിയുള്ളാഹിയുടെ ആ ഒരു മക്ബറ വരുന്നത്. ഈ കടലും ആ പാറക്കെട്ടുമായിട്ട് ഒരു കൈയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേസ്. അത്രയും അടുത്താണ്. നിങ്ങൾക്ക് ആ ദൃശ്യത്തിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. കടലിനോട് ചേർന്ന് നിന്നൊരു മക്ബറയാണ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ വളരെ